പ്രിയപ്പെട്ട എല്ലാവർക്കും ഇത് വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ വീഡിയോത്തിൽ വരാനും നിങ്ങളുടെ രണ്ട് വർത്തമാനം ചെയ്യാൻ കഴിഞ്ഞതിൽ. പക്ഷെ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്, വലിയ സ്നേഹമുള്ള ആളാണ്. ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്യവുമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന ആളാണ്. പക്ഷേ ഏതോ കാലത്ത് അതെല്ലാം തള്ളിപ്പോയി. അതിൻ്റെ അവസരം ഇപ്പോൾ വന്നത് ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇതിന് മിടുക്കനായൊരു നല്ലൊരു സംവിധായകൻ, പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചു ഇത്തിരി സമാധാനപരമായ ഒരു പ്രൊഡ്യൂസർ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. കാരണം അത്ര ഇപ്പോഴത്തെ ആക്ടേഴ്സിന് തന്നെ എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ അത് നടത്തിയിട്ടുള്ളത് വളരെ സന്തോഷം. കാരണം ആ വിളിക്കുന്ന കാരണം ഫെഫ്കേനെ പോലത്തെ ഇത്രയും നല്ല ഒരു സംഘടനയുടെ സെക്രട്ടറി ഇത്ര കൊല്ലം അത് ചെയ്ത് നല്ല നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാണ് മിടുക്കനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ട മോഹൻലാലിൻ്റെ പേരും പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അപ്പം അങ്ങനെ ആദ്യം നിങ്ങൾ പറയപ്പെടും. അപ്പം തന്നെ അദ്ദേഹത്തോടൊരു ബഹുമാനം ഉണ്ടായി. പിന്നെ ഓരോ പ്രവർത്തനത്തിലും ഫെഫ്കേനെ ക്ഷണിച്ചപ്പോഴും ഭാരതത്തിൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബഹുമാനമാണ്. തീർച്ചയായും ഞങ്ങളായിട്ടുള്ള ഒരു കൂട്ട് ഇത് തീർച്ചയായും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മോഹൻലാൽ സാർ അതെന്തൊരു ശക്തിയാണ്. അതൊന്നും നമുക്കൊരു മനുഷ്യകളെന്ന് പെടാൻ പറ്റില്ല. ഒരു സൂര്യഭഗവാനെ പോലെ അത് ഇറങ്ങുക. കാരണം അതങ്ങനെയാണ് അതിൻ്റെ ശക്തി. അതാണ് അതിനെപ്പറ്റി വർണ്ണിച്ചാലൊന്നും ഞാൻ എത്രയോ ആളുകളുടെ നല്ല രീതിയിൽ വർണ്ണിച്ച് കഴിഞ്ഞാലാണ് ഞാൻ അതിൻ്റെ അർത്ഥമില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-40 കൊല്ലം മുമ്പേ ഫ്രണ്ടിലുള്ള മദ്രാസിൽ നിന്ന് സിനിമ അഭിനയിക്കാൻ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പുറത്തെല്ലാം ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫാദറിലും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ബാലരാജ സാർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സണ്ണിലോ ആണ് എന്നും മാത്രമല്ല മോഹൻലാൽ ഒരു വളർന്നു വരുന്ന നല്ലൊരു ഒരു കലാകാരനാവുന്നതൊരു അന്നത്തെ ആളുടെ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ വളരെ തന്നെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ നടനായി സൂര്യനെ പോലെ ജനിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. എന്നും ഈ കലാരംഗത്തിൻ്റെ സിനിമാ രംഗത്തിൽ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ അതിൻ്റെ കൂടെ ഒരാളുണ്ട്, ആന്റണി. ഞാൻ പറയുന്നതിനൊന്നും ഒരു വിഷമമില്ല, കാരണം ഞാൻ പ്രായമുള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും സഹിക്കും. അത് ആനപ്പാപ്പാണ്. ഈ ആനനെ തെളിക്കണമെങ്കിൽ പപ്പ മാത്രമേ സാധിക്കും, അടുത്താരും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആനപ്പാപ്പാണ് ആന്റണിയെ പറ്റി ഞാൻ പറയുന്നു. തെറ്റേ ക്ഷമിക്കണം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണിയും പാപ്പാനുള്ള ഒരു ബന്ധം ഇത് വലിയ ഐക്യമാണ് അവരെ. ആ ബന്ധം എന്നും നിലനിർത്തിട്ട് അതിൽ കൂടി പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിവിൻ പോളി, അതായത് നമ്മുടെ കായംകുളം കൊച്ചും എന്ന പടത്തിൽ കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി തന്ന ഒരാളാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ കുറേ കാലം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പില്ലെങ്കിൽ അടുത്തടുത്ത് ഞങ്ങൾ വന്നപ്പോൾ അവസാനം ഉണ്ണികൃഷ്ണൻ്റെ പടത്തിൽ അദ്ദേഹം വന്നപ്പോൾ വലിയ സന്തോഷമായി. അതേ നല്ല രീതിയിൽ അതായത് അത്രയും പേരെടുത്ത ഒരാൾ ഇത്തിരി നല്ലൊരു കലാകാരൻ ഇതിലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കായംകുളം കൊച്ചുകൊണ്ട് വിജയിച്ച മാറ്റുന്നത് ഇതും വിജയിക്കും. അത് എന്ത് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ബാലചന്ദ്രൻ വരാത്തതിൽ വലിയ സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തെ ആഗമനം വലിയ സന്തോഷം ഉണ്ടായിരുന്നു. 10-15 കൊല്ലം മുമ്പേ കാലഘട്ടം പോലെ തന്നെ പരിചയമുള്ള ഒരാളാണ് മദ്രാസിൽ. അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നതിൽ വലിയ സങ്കടമുണ്ട്. എന്നാലും അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നും അയാൾ ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കലാലോകത്തിൽ അന്ന് അശോകൻ ഇങ്ങനെ തന്നെയാണ്, ഇന്നും അദ്ദേഹം ഇങ്ങനെ തന്നെ, ഒരു മാറ്റങ്ങളില്ല. ഒരു നല്ല കലാകാരൻ. സമയത്തിനനുസരിച്ച്
അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരൻ, നല്ല മകനും നല്ലൊരു കലാകാരനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കലാലോകത്തിലെ ഒരു ഗുരുനാഥൻ എന്ന പോലെ നമുക്ക് അത് അനർത്ഥം കരുതാം. പിന്നെ നമ്മുടെ ഗസ്റ്റായി നമ്മുടെ DGP സർ വേറെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. പറയാനും ഇവിടെ എല്ലാ കലാകാരന്മാരും നിറയെ പേര് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഈ സിനിമ വിജയിക്കാനും ഇതിനു വേണ്ടി ഇത് എത്രയോ പേര് ജോലി ചെയ്തിട്ടുണ്ട്, നിറയെ ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അല്പനേരം കൂടി ഞങ്ങളോടൊപ്പം തുടരുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു സെഷനും കൂടെ കഴിയുന്നത് വരെ